വെൽക്കം ടു എഡെക്സി ലേണിംഗ്. നമ്മൾ ഓൾറെഡി IPMAT എക്സാമിനെ കുറിച്ചും അതിന്റെ സിലബസുകളെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഏതൊക്കെ ടോപ്പ് IMs ആണ് IPM പ്രോഗ്രാമുകൾ ഓഫർ ചെയ്യുന്നതും അതുപോലെ തന്നെ IPMATന്റെ സ്കോർ കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഇന്നിവിടെ ഫോക്കസ് ചെയ്യുന്നത് IMകൾ മാത്രമാണ്. ബാക്കിയുള്ള ടോപ്പ് ബി സ്കൂളുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മളുടെ അഡ്മിഷൻ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള വെയിറ്റേജ് അല്ലെ. അതായത് നമുക്ക് എന്തുണ്ടായിരിക്കും, നമ്മളുടെ IPMATന്റെ സ്കോറിന് ഒരു വെയിറ്റേജ് ഉണ്ടായിരിക്കും. നമുക്ക് എല്ലാവർക്കും പറയാം അവിടെ ഇന്റർവ്യൂകളുണ്ട്. അപ്പൊ ഇന്റർവ്യൂവിനെ ബേസ് ചെയ്തിട്ട് വെയിറ്റേജ് എത്ര വരുന്നുണ്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും. അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ +2 10th അക്കാഡമിക്കിന്റെ വെയിറ്റേജ് എത്രയാണ്, ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് അവിടുന്ന് പഠിച്ചിറങ്ങുന്ന ഓരോ സ്റ്റുഡൻസിനും കിട്ടുന്ന ആവറേജ് പ്ലേസ്മെന്റ് വാല്യൂ എത്രയാണ് എന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ ഏത് പ്രോഗ്രാമുകളാണ് ഈ IMs എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ വെയിറ്റേജുകൾ എങ്ങനെയാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും എക്സാം സ്കോർ കാർഡും നമ്മളുടെ 10th +2 സ്കോറുകളും അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ഇന്റർവ്യൂ സ്കോറും ഇതിന്റെയൊക്കെ വെയിറ്റേജുകൾ എത്ര എന്നുള്ളത് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, IPM പ്രോഗ്രാമിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു IM ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് IM ഇൻഡോർ എന്ന് പറയുന്നത്. അപ്പൊ IM ഇൻഡോറിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് വരുന്നത് അല്ലെങ്കിൽ വെയിറ്റേജ് വരുന്നത് IPMAT ഇൻഡോർ എക്സാമിനാണ്. അതായത് 65% നിങ്ങളുടെ അഡ്മിഷനിൽ 65%ഉം അഡ്മിഷന് പോസിബിലിറ്റി കൂട്ടി തരുന്ന 65% എന്ന് പറയുന്നത് IPMAT ഇൻഡോറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. IPMAT ഇൻഡോറിൽ നിങ്ങൾ ഇൻഡോർ പ്രൊവൈഡ് കട്ട് ഓഫ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓവർകം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും. എങ്കിൽ ആ ഇന്റർവ്യൂയുടെ വെയിറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, 35%ഉം ആയിരിക്കും. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ എന്തെന്ന് പറയുന്നത് അഡ്മിഷൻ പ്രോസസ്സ് മുന്നോട്ട് പോകുന്നത്. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് IM ആണ് IM ഷില്ലോങ് എന്ന് പറയുന്നത്. IM ഷില്ലോങ്ങിൽ നമ്മളുടെ IPMAT ഇൻഡോർ തന്നെയാണ് അല്ലെങ്കിൽ IPMAT ഇൻഡോറിന്റെ സ്കോർ കാർഡ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അക്സെപ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല അവിടെ എന്തുണ്ട്, നിങ്ങൾക്ക് എന്താണ് പേഴ്സണൽ ഇന്റർവ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ 10th +2 അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിനൊക്കെ എന്താണ് നിങ്ങൾക്ക് വെയിറ്റേജ് സ്കോറുകൾ നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആണ്. അപ്പൊ നോക്കാം IPMATന്റെ സ്കോർ കാർഡിന് എത്ര വെയിറ്റേജ് ആണ് IM ഷില്ലോങ്ങിലുള്ളത് നോക്കാം. 30% എന്താണ് അവിടെ നിങ്ങളുടെ സ്കോർ കാർഡിന് IPMATന്റെ സ്കോർ കാർഡിന് വെയിറ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ 50%ഉം എന്തിനാണ് വെയിറ്റേജ് കൊടുക്കുന്നത്, നിങ്ങളുടെ ഇന്റർവ്യൂ ആണ്. അപ്പൊ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സിൽ. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് എക്സാമിന് പഠിക്കുന്നത് കൂടെ തന്നെ നിങ്ങളുടെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ നിങ്ങൾ എന്തായിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. അപ്പൊ ഒരു സംശയം ഉണ്ടായിരിക്കും, അയ്യോ ഞാൻ ലൈഫിൽ ഇതുവരെ ഒരു ഇന്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല, ഞാൻ +2 കഴിഞ്ഞിട്ടുള്ളൂ, എനിക്കറിയില്ല എങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്, എന്തായിരിക്കും ഇന്റർവ്യൂല് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്തിട്ടായിരിക്കും എന്ത് എഡെക്സി ലേണിംഗ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് IMലോട്ട് അയക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗവും നിങ്ങൾക്ക് കോച്ചിങ് അല്ലെങ്കിൽ എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. പ്ലസ് എന്താണ് നിങ്ങളുടെ IMന്റെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള പേഴ്സണൽ അസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നതാണ് 10% നിങ്ങളുടെ 10th സ്കോറിനും അതുപോലെ തന്നെയാണ് 10% നിങ്ങൾ 12th സ്കോറിനും കൊടുക്കുന്നത്. ഇതാണ് IM ഷില്ലോങ്ങിന്റെ പ്രോസസ്സിൽ വരുന്നത്. ഇനി IM റോഹ്തക് അല്ലെ, നമുക്ക് IM റോഹ്തക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഏതായിരിക്കും സ്കോർ കാർഡ് എന്നുള്ളത്, അത് IPMAT റോഹ്തക് ആണ്. അപ്പൊ IPMAT റോഹ്തക്കില് 55% ആണ് സ്കോർ കാർഡിന് വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് എന്തുണ്ട്, ഇന്റർവ്യൂ ഉണ്ട്, നിങ്ങളുടെ 10th മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിഫർ ചെയ്യുന്നുണ്ട് അല്ലെ. ഇനി നിങ്ങൾ 10th മാർക്കിന്റെയും ഇന്റർവ്യൂവിനെക്കാട്ടിലും വെയിറ്റേജ് ഇവിടെ കിട്ടും, നിങ്ങൾ +2 മാർക്കിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഈ പറഞ്ഞ പോലെ തന്നെ പേഴ്സണൽ ഇന്റർവ്യൂ കാര്യങ്ങളുണ്ട്. പേഴ്സണൽ ഇന്റർവ്യൂ എന്താണ് എക്സാം പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു ഫാക്ടർ അല്ല. അപ്പൊ നിങ്ങൾ എക്സാമിന് മാത്രം പഠിച്ച് നിങ്ങൾ പാസ്സായ ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾ ഇന്റർവ്യൂ കൂടി ഫോക്കസ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, ഇനി അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് IM റാഞ്ച് അല്ലെ. IM റാഞ്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. IM റാഞ്ച് എന്ന് പറയുന്നത് എന്താണ്, IPMAT ഇൻഡോറിന്റെ സ്കോർ കാർഡ് തന്നെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അവിടെ 50% ആണ് സ്കോർ കാർഡിന്റെ വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെയിറ്റേജ് എന്ന് പറയുന്നത്. ഇവിടെയും എന്താണ് ഇന്റർവ്യൂവിന് 30% അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് ഷില്ലോങ് പോലെ തന്നെയാണ് എന്താണ് ഇവിടെയും എന്താണ് 30% വെയിറ്റേജ് എന്താണ് നിങ്ങളുടെ ഇന്റർവ്യൂവിലെ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ബാക്കി വരുന്ന 10% എന്തിനാണ് 10th സ്കോർ കാർഡിനും 12th സ്കോറിനായിട്ട് എന്തിനാ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ IMസിലെ ടോപ്പ് IMസിലെ
ലാസ്റ്റ് IM ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് IM അമൃത്സർ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് IP മാറ്റ് ഇൻഡോറിന്റെ സ്കോർ കാർഡ് തന്നെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത് ഇതിനാണ്, സ്കോർ കാർഡിന് തന്നെയാണ്. നിങ്ങൾ IP മാറ്റ് ഇൻഡോറിൽ എത്രമാത്രം സ്കോർ ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ IM അമൃത്സറിലെ അഡ്മിഷൻ പ്രോസസ്സിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇന്റർവ്യൂ 25%, നിങ്ങളെ ജെൻഡറിനെ ഡിപ്പെൻഡ് ചെയ്ത് 5% നിങ്ങൾക്ക് എന്താണ് വെയിറ്റേജ് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, ജെൻഡർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അപ്പൊ മെയില് ഫീമെയില് ജെൻഡറുകൾക്കൊക്കെ എന്താണ് കുറച്ചുകൂടി റിസർവേഷനും ഉള്ള കാര്യങ്ങളൊക്കെ എന്താണ് അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് IM അമൃത്സർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ IP മാറ്റ് ഒക്കെ കഴിഞ്ഞു അല്ലെ, IP മാറ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു ജോബ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവറേജ് എത്ര സാലറി ഏൺ ചെയ്യാൻ പറ്റും IM നിന്ന് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആവറേജ് പ്ലേസ്മെന്റിന്റെ കേസിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാലറി പാക്കേജ് കിട്ടുന്നത് IM ഇൻഡോറിൽ നിന്നാണ്. അപ്പോൾ എന്തുകൊണ്ട് IP മാറ്റ് ഇൻഡോർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം ആയി എന്നുള്ളതിൽ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിപ്പോൾ മാറിയിട്ടുണ്ടായിരിക്കും അല്ലെ. എന്തുകൊണ്ട് IP മാറ്റ് ഇൻഡോർ ഏറ്റവും പ്രൈം ആയിട്ടുള്ള ടോപ്പ് ആയിട്ടുള്ള IP മാറ്റ് എക്സാം ആയി മാറി? അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവിടുന്ന് കിട്ടുന്ന ആവറേജ് സാലറി തന്നെയാണ്. നമുക്ക് നോക്കാം. ഇവിടെ IM ഇൻഡോറിൽ നിന്ന് നിങ്ങൾ IPM പ്രോഗ്രാം അല്ലെ, നമ്മുടെ IPM പ്രോഗ്രാം നിങ്ങൾ പഠിച്ചിറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറൗണ്ട് 26 lakh പെർ ആനം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സാലറി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും ഒരു ഇയർലി എന്ന് പറയുന്നത്. അതായത് ഏകദേശം എന്താണ് ഒരു 2 lakh എബോവ് എന്താണ് നിങ്ങൾക്ക് സാലറി മന്ത്ലി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ +2 കഴിഞ്ഞു, ഒരു 5 years കഴിഞ്ഞു, ഏകദേശം നിങ്ങളൊരു 23 ഏജ് അല്ലെങ്കിൽ 24 ഏജ് ആകുമ്പോൾ നിങ്ങൾ എന്തായി മന്ത്ലി 2 lakh ഒക്കെ ഏൺ ചെയ്യുന്ന ഒരു ആളായി മാറി അല്ലെ. അത് ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ച് ആയിരിക്കും നിങ്ങൾക്ക് കൊണ്ടുവരാൻ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു IM ഷില്ലോങ് എന്ന് പറയുന്നത്. IM ഷില്ലോങ്ങിൽ നമുക്ക് എന്താ പറയാ അറൗണ്ട് 26 lakh പെർ ആനം ആണ് എന്ത് വരുന്നത് നിങ്ങളുടെ ആവറേജ് CTC അല്ലെങ്കിൽ സാലറി പാക്കേജ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ റോക്തക്കിലെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് 20 lakh പെർ ആനം ആണ്, ആവറേജ് 20 lakh പെർ ആനവും. അതുപോലെ റാഞ്ചിയിലാണെന്നുണ്ടെങ്കിൽ 19 അല്ലെ. അപ്പൊ എങ്ങനെ പോകുന്നത് 26 20 19 എന്ന് പറഞ്ഞെങ്കിൽ എന്താണ് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് അല്ലെ. പക്ഷെ ഇവിടെയൊക്കെ പഠിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ മന്ത്ലി എത്ര ഏൺ ചെയ്യുന്നത്? ഇവിടെ പറയുന്ന എമൗണ്ടുകളൊക്കെ ഒരു ഇയറിലാണ് അല്ലെ, 12 മന്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് മന്തിലോട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊന്നും എന്താണ് ഊഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് നമ്മളുടെ എമൗണ്ടുകൾ വരുന്നത്. ഓക്കെ, ഇനി IM അമൃത്സറിലും എന്താണ് മോശം അല്ലെ, 16 lakh പെർ ആനം ആണ്. ജമ്മുവിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും 15.48 lakh പെർ ആനം. ബോധ്ഗയിലാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അറൗണ്ട് 14 lakh പെർ ആനം. ഇങ്ങനെയാണ് നമ്മുടെ ആവറേജ് സാലറി പാക്കേജുകൾ IM നിന്ന് വരുന്നത്. ഇനി ഏകദേശം ഈ ഒരു എമൗണ്ടിനോട് സെയിം ആയിട്ടുള്ള വാല്യൂസ് ആണ് എന്തെന്ന് പറയുന്നത് അതിന് ടോപ്പ് B സ്കൂൾസിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. IPM എന്ന പ്രോഗ്രാം നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നാട്ടിൽ പഠിക്കുന്ന BBA MBA-നെക്കാട്ടിലും ഡബിൾ ഓർ ട്രിപ്പിൾ ആയിട്ടാണ് എന്ത് കിട്ടുന്നത് നിങ്ങൾക്ക് ഈ IPM പ്രോഗ്രാമിൽ നിന്ന് മാത്രമായിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് എന്ന് പറയുന്നത് ഏതൊക്കെ ഇമ്പോർട്ടന്റ് IPM പ്രോഗ്രാമുകളാണ് ഉള്ളത് നോക്കാം. ഏതൊക്കെ കോളേജുകളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കുന്ന IPM പ്രോഗ്രാമുകൾ, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള IPM പ്രോഗ്രാമുകൾ ഏതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇനി IM ഇൻഡോർ, IM റോക്തക്, IM ഷില്ലോങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. IM ഇൻഡോറിലുള്ളത് BA ഫൗണ്ടേഷൻ ഓഫ് മാനേജ്മെന്റും അതുപോലെ പ്ലസ് MBA. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ 5 ഇയേഴ്സിന്റെ പ്രോഗ്രാം ആണ്. അവിടെ നമുക്ക് BBA പ്ലസ് എന്താണ് MBA ആണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ IM ഇൻഡോറിൽ കൊടുക്കുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഓഫ് മാനേജ്മെന്റ് പ്ലസ് MBA ആണ് അല്ലെ. ഇനി IM ഷില്ലോങ്ങിലാണെന്നുണ്ടെങ്കിൽ നോർമൽ BBA പ്ലസ് MBAയും, റോക്തക്കിലും എന്താണ് BBA പ്ലസ് MBA, റാഞ്ചിയിലും BBA പ്ലസ് MBA. ഇനി അമൃത്സറിൽ മാത്രമാണ് എന്തൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് വരുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻസ് ആൻഡ് എക്കണോമിക്സ് പ്ലസ് MBA ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ ജമ്മുവിലാണെന്നുണ്ടെങ്കിൽ എന്താണ് BBA ആൻഡ് MBA ആണ്, ബോധ്ഗയിലും എന്താണ് BBA ആൻഡ് MBA ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് എന്താണ് അല്ലെങ്കിൽ IPM പ്രോഗ്രാമിൽ വരുന്ന ഏറ്റവും ടോപ്പ് ക്ലാസ് കോഴ്സസ് എന്ന് പറയുന്നത്. ഏകദേശം എല്ലാ കോളേജുകളും ടോപ്പ് B സ്കൂളും പ്രൊവൈഡ് ചെയ്യുന്നത് BBA പ്ലസ് MBA ആണ്. പക്ഷെ ഇവിടെ അമൃത്സർ മാത്രം എന്താണ് അതുപോലെ ഇൻഡോർ മാത്രമാണ് ഡിഫറെന്റ് ആയിട്ടുള്ള 2 കോഴ്സുകൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ബാക്കി കോഴ്സുകൾ ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുക, നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ.